താളം, ഒഴുകിയ ചോരയ്ക്ക് ഒരേ നിറം. വിശ്വപ്രസിദ്ധ ജർമ്മൻ കഥാകൃത്ത് വോൾഫ്ഗാങ് ബോഷെട്ട് എഴുതിയ ചെറുകഥയെ ഉപജീവിച്ച് മണിപ്പൂരിന്റെ സംസ്കൃതിയിലും ആവിഷ്കാരങ്ങളിലും നിന്നും രൂപപ്പെടുത്തിയതാണ് ഈ നാടകം. നാടകം എലികൾ ഉറങ്ങാറില്ല. Subscribe. Hey, have you ever heard a story about the 3 blind mice? Well, listen up. 3 blind mice, 3 blind mice. See how they run, see how they run. They all ran after the forest walls, cutting up trees with a carving knife. You've ever seen such a sight in your life? Such a sight in your life, 3 blind mice. See those blind mice go, 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 go. See those blind mice go, 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 go. One day, not long ago, there was a farmer and his wife. Inside their home lived 3 blind mice without a worry in their life. One afternoon, the farmer went to town and his wife chose to stay at home. Oh boy, she was in for a big surprise because she wasn't there alone. The blind mice came running to the farmer's wife. They all wanted to say hello. But she was scared and began to
ഉറങ്ങുകയില്ലെങ്കിൽ പിന്നെ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ കാവൽ 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 കൊള്ളാം. അത് നല്ല രസമുള്ള ഒരു ജോലിയാണ്. എനിക്കും ഒരു കാവൽക്കാരിയാകണം. പക്ഷേ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളെ ആരാ കാവല് നിർത്താ? അതൊക്കെ പോട്ടെ, നമ്മുടെ കാവൽക്കാരന് വിശക്കില്ലേ? അതൊക്കെ ഉണ്ട്. വിശപ്പ് അതെല്ലാവർക്കും ഒരുപോലല്ലേ? ഓ, my God. അതിനായിരിക്കും നീളൻ വടി. അതിന് തന്നെ അല്ല, നമ്മുടെ കാവൽക്കാരന്റെ പേരെന്താണാവോ? ജോയ് തന്നെ എല്ലാവരും വിളിക്കുന്നു. വൗ, ജോ. അത് നല്ല സൂപ്പർ പേര്. അല്ല ജോ, നീ ഇവിടെ കാവലിരിക്കാനല്ലേ പറഞ്ഞേ? ഇവിടെ നീ എന്താ കാക്കുന്നേ? അത് പറഞ്ഞൂടാ. വയറ്റില്ലാത്ത ഒരാളോട് പ്രത്യേകിച്ച്. ഓ, ശരിയാണല്ലോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല അല്ലേ? എന്റെ പേര് ലീമ. എന്നെ ഇഷ്ടമുള്ളവരെന്നെ ലീന്ന് വിളിക്കും. നീയും എന്നെ ലീന്ന് വിളിച്ചോ. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഇനി പറ, നീ ഇവിടെ എന്തിനാ കാവലിരിക്കുന്നതെന്ന്? പറയില്ല അല്ലേ? എന്നാ ഞാൻ പറയട്ടെ. പണമല്ലേ അല്ലേ? അതുപോലെ സ്വർണ്ണായിരിക്കും. പാടുമല്ല സ്വർണ്ണമല്ല. നീ ഒന്ന് പോയ പണമല്ല സ്വർണ്ണമല്ല, വേറെന്തായിരിക്കും? ഇപ്പൊ ശരിയാണ്. പറയാൻ പറ്റില്ലേ? പറയണ്ട, ഞാൻ പോവാ. എന്നാലേ എന്നെ കൂടുതൽ എന്താന്ന് ഞാനും പറയില്ല. പറയണ്ട. അത് നീ പറയാൻ തന്നെ എനിക്കറിയാം. വേപ്പിന് മറ്റുള്ള തീറ്റയല്ലേ? ശോ, അതെങ്ങനെ മനസ്സിലായി? എന്റെ അനിയത്തിക്ക് ഒരു മുഴക്കുന്നുണ്ടായിരുന്നു. അതെയോ? അല്ല ജോ, നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 10 വയസ്സായി. എനിക്കും 10 വയസ്സായി. അതിന് ഞാനും വേണം. അല്ല, നിനക്ക് 2 പത്തി പറഞ്ഞാ എത്രയാണെന്നറിയോ? 2 വർഷം അതറിയാൻ താരല്ലേ? ശരിയാ, 2 പത്തി ചേർത്ത 20. അതാർക്കും അറിയാത്തെ? ജോ, എനിക്ക് അത്രയും മുതലുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അത്രയും പോയല്ലോ? അതെ, ഉണ്ടായിരുന്നു. 20 എണ്ണം. പകുതി കുഞ്ഞുങ്ങളായിരുന്നു. നല്ല പതുപതുത്ത വെളുത്ത കുഞ്ഞുങ്ങൾ. എല്ലാം പോയി. ഇപ്പൊ ഒരു കുഞ്ഞ് മാത്രം ബാക്കിയുണ്ട്. അതൊക്കെ പോട്ടെ, എപ്പോഴും കാവല് വേണോ? രാത്രിയിലും? എപ്പോഴും രാത്രിയിലും. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എനിക്ക് നിന്നെ എന്റെ മുയൽക്കുഞ്ഞിനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ, നിനക്ക് ഇവിടെ ഇരുന്നല്ലേ പറ്റൂ. അതെ, എനിക്കിവിടെ ഉണ്ടാ പറ്റും. നീ ആരോട് പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയും. ഞാനിവിടെ കാവലിരിക്കുന്നത് ആ നശിച്ച എലികൾ കാരണമാണ്. നശിച്ച എലികൾ, ശവന്തേക്കികൾ. എലികളോ? ശവം തിന്നുവെന്നോ? എലികളെ പാവങ്ങളാ. കുഞ്ഞി കണ്ണും കുഞ്ഞി പല്ലും കുഞ്ഞൻ മീശമുള്ള പാവങ്ങൾ. അവരെ മുളയരി തിന്നു, പുസ്തകങ്ങളും തിന്നു. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുപ്പായവും കരണ്ട് തിന്നു. അല്ലല്ലോ, എലികൾ ശവം തിന്നുമെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഞങ്ങളുടെ സാറ് പറഞ്ഞതാ. മനുഷ്യരുടെ ശവത്തില്ലാത്ത എലികൾ ജീവിക്കുന്നത്. ആ നശിച്ച എലികൾ ഈ ബന്ധം കൊടുക്കാതിരിക്കാനാണ് ഞാനിവിടെ കാവലിരിക്കുന്നത്. ജോ, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് പിന്നെ എന്റെ ഒരു പാവക്കുട്ടി ഈ മണ്ണിലടിയിലുണ്ട്. പാവക്കുട്ടിയോ? വെറും ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയാണോ നീ ഇവിടെ കാവലിരിക്കുന്നത്? ഈ പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകൾ നിന്റെ തലയിൽ വീഴുന്നതിന് വീട്ടിൽ പാവക്കുട്ടി. ചിരിക്കണ്ട, നിർത്ത്. ചിരിക്കാതെ പിന്നെ. നിർത്ത്. അത് വെറും ഒരു പാവക്കുട്ടിയല്ല. ആ പാവക്കുട്ടി പിന്നെ
ഒരു കഥയും. കഥയോ? അതെ, പാവക്കുട്ടിയെ പോലെ പാവമായ എന്റെ അമ്മ. എമ്മയോ? അതാരാ? ശരിക്കും തല്ലിതേ. എടുക്കാനുള്ളതെല്ലാം എടുത്ത് ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് സുരക്ഷിതം. എത്രയും പെട്ടെന്ന് വേണം, പെട്ടെന്ന്. കേട്ടല്ലോ, എടുക്കാനുള്ളതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറുക. ഇനിയും വൈകരുത്.
എല്ലാരും ഒന്ന് കേൾക്കട്ടെ. ഈ അമ്മ, നിനക്ക് പേന വായിക്കാൻ അറിയാം? എന്നാ പിന്നെ വായിക്കേ. നമ്മളെല്ലാവരും കേൾക്കട്ടെ. ശബ്ദം കേൾക്കാൻ അറിയില്ല. അപ്പൊ ഇങ്ങോട്ട് വരണേ. അമ്മ, എത്ര നാളെ നമ്മളിങ്ങനെ പാട്ട് മറിച്ചു. ഇങ്ങനെ പോയാ നമ്മളെല്ലാവരും ചത്തുപോകും. അമ്മ, അമ്മ, എനിക്ക് വിശക്കുന്നു അമ്മ. നമ്മുടെ മോൾക്കുഞ്ഞിന് എന്ത് പറ്റിയിട്ടുണ്ടാവും? അവർ കൂട്ടിലല്ലേ മോളെ? കൂട്ടിലുള്ള മുയലുകൾക്ക് എന്തു പറ്റാനാണ്? ഇതെല്ലാം കഴിയുമ്പോ നമ്മൾ ആദ്യം അങ്ങോട്ടാ പോവാ. അപ്പോ അവർക്ക് എത്ര സന്തോഷമാകും. എനിക്ക് അവരെ കാണണം. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കണം. നമ്മുടെ മോൾക്കുഞ്ഞിന് വിശക്കില്ലേ? എന്റെ മാതാവേ, ഈ കുഞ്ഞുങ്ങൾ മുയലുകൾക്കുള്ള തീറ്റയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാ ഞാനോ ഒരാൾ
തീരുമാനിക്കും. പക്ഷേ അപ്പോഴേക്കും ആരൊക്കെ എന്തൊക്കെ ബാക്കിയുണ്ടാകും? നിനക്ക് നിന്റെ മക്കൾക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാലോ. എന്നാൽ ഞാനോ? എന്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും തുണയായിരുന്ന പ്രിയപ്പെട്ടവർ പോയി. അച്ഛനും അമ്മയും സഹോദരങ്ങൾ, ഞാനത് എങ്ങനെ മറക്കും? അന്നവന്റെ പിറന്നാളായിരുന്നു. പുത്തൻ ഉടുപ്പിട്ട് കൂട്ടുകാർക്കുള്ള ചോക്ലേറ്റുകളുമായി ഒരു മുയൽക്കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി തന്ന കുഞ്ഞാണവൻ. സ്കൂളുകളും ആശുപത്രികളും ചാരമാക്കുന്ന യുദ്ധം ആർക്കു വേണ്ടിയുള്ളതാണ്? എന്തു നേടാനുള്ളതാണ്? നിന്റെ സങ്കടങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. മരുഭൂമിയിലെ ഒറ്റ മരം പോലെ ഞാൻ അനാഥ. എന്റെ വാക്കുകൾക്ക് ആരെങ്കിലും കടിച്ചു കളയാനാകുമായിരുന്നെങ്കിൽ യുദ്ധക്കൊതിയന്മാരായ എല്ലാ ഭരണാധികാരികളെയും ഞാൻ ശപിച്ച് ഭസ്മമാക്കിയേനെ. നെഞ്ചിലെ തീ പോലെ പൊള്ളുന്ന വാക്കുകൾ, നിന്റെ വാക്കുകൾ തീമഴയായി പെയ്യട്ടെ. യുദ്ധക്കൊതിയന്മാരും യുദ്ധവുമില്ലാത്തൊരു കാലം വരട്ടെ. യുദ്ധക്കൊതിയന്മാരും യുദ്ധവുമില്ലാത്തൊരു കാലം വരട്ടെ. Sing this heartbeat. നിനക്ക് കാവലിരിക്കാൻ ഒരു കാരണമുണ്ട്.
നിന്റെ അനിയത്തി ഈ മൺകൂനയിലാണെന്ന് നിനക്കറിയാം. എന്നാ എനിക്കോ ഉണ്ടായിരുന്നു ഒരനിയത്തി ഒരനിയനും. യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട് കത്തിത്തീരുമ്പോ ഞാൻ എന്റെ മുയൽക്കുഞ്ഞുങ്ങൾക്ക് തീരെ തേടി പോയതായിരുന്നു. ശരിക്കും എനിക്ക് അറിയാമല്ലോ. സാറത് വെറുതെ പറഞ്ഞതാ. എന്തൊരു സാറാണ് നിങ്ങളുടെ സാറ്? എനിക്ക് രാത്രി ഉറങ്ങുമെന്ന് പറഞ്ഞു തരാത്ത സാറ്. നമ്മൾ രാത്രി ഉറങ്ങാറില്ലേ? അതുപോലെ എലികളും ഉറങ്ങും. സാറിനത് അറിയാനിട്ടാണ്. ഇരുട്ടി കഴിയുമ്പോഴേ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. പിന്നെ സൂര്യന് ശരേ ഉണരൂ. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോകാം. ഞാൻ പോയിട്ടേ വിയൽക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ട് വേഗം വരാട്ടോ. ഇനി വൈകാം പാവങ്ങൾ വിശന്ന് നിലവിളിക്കും. ജോ, നീ ധൈര്യമായിട്ടിരിക്കും.
യുവാക്കൾ ഹസ്തദാനം നടത്തും. വൃദ്ധയായ ആ സ്ത്രീ രക്തസാക്ഷിയായ തന്റെ മകൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കും. യുവതി അവളുടെ ഭർത്താവിനായി കണ്ണിമച്ചിമ്മാതെ നോക്കിയിരിക്കും. കുട്ടികൾ അവരുടെ വീരനായകനായ പിതാവിനെ കാത്തുറങ്ങിപ്പോകും. എന്തിനാണ് ഈ യുദ്ധമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന്റെ വില കൊടുക്കുന്നതാരാണെന്ന് ഞാൻ കാണുന്നുണ്ട്. പലസ്തീൻ കവി മുഹമ്മദ് ദർവേഷ് താങ്കളുടെ കവിത പറയുന്നത് പോലെ അത്രയും ഇരുണ്ടതാണോ വരാനിരിക്കുന്ന കാലം? യുദ്ധങ്ങളും ചോരപ്പുഴകളുമില്ലാത്ത ഒരു കാലം ഞങ്ങൾ കുട്ടികൾക്ക് സ്വപ്നം കാണാനാകുമോ?